നിങ്ങളുടെ ലൈഫിൽ ലവ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അഥവാ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ലൈഫിലോട്ട് വന്നാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വരാൻ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ ഈ ബ്ലോക്ക് കാരണം വരത്തില്ല. അങ്ങനെ ഒരാൾ ലൈഫിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകൾ ചിന്തിക്കും, ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ എന്നെ ആരും നോക്കത്തില്ല, എന്നെ ആർക്കും ഇഷ്ടാവത്തില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ സൗന്ദര്യം കുറവാണ് എന്നുള്ള തോന്നലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് നല്ല ഡ്രസ്സൊന്നും ഇടാനുള്ള സാമ്പത്തികമില്ല, എൻ്റെ ഡ്രസ്സിങ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ ആരും എന്നെ നോക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള പല തോട്ട്സുകളും നമുക്കുണ്ടായിരിക്കാം. അതിനെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുക. ഞാൻ അടിപൊളിയാണ്, എനിക്ക് ദൈവം തന്ന സൗന്ദര്യമാണിത്, ദൈവം തന്ന സമ്പത്തിനനുസരിച്ചിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുക. കുറച്ചുകൂടി സെൽഫ് ലവ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈഫിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അത് മാക്സിമം ഫീൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതാം. ഓരോ ദിവസവും നമുക്ക് നന്ദി തോന്നുന്ന കാര്യങ്ങൾ, അതെന്തോ ആയിക്കോട്ടെ, ഒരാൾ നമ്മളെ സഹായിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു, നടക്കാൻ സാധിക്കുന്നു. ഇപ്പം നമ്മുടെ കാലിനൊക്കെ ഒരു പെയിന് വരുന്ന സമയത്താണ്, നടക്കാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് നമ്മൾ ഇത്രയും കാലം നടന്നതിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ഓർക്കുക, അല്ലേ? അങ്ങനെ നമുക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ നന്ദി സൂചകമായി എന്തെങ്കിലും ഓരോ സെൻറ്റൻസുകളായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുക, അത് എഴുതുക. അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലോട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെയൊക്കെ ബ്രേക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ലൈഫിലോട്ട് സ്മൂത്തായിട്ട് ലവ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ അട്രാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടോ. 2 അഫർമേഷൻസ് ഉണ്ട്, അത് 2 അയച്ചു തരാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഒരു 3 to 5 minutes ഒരു 21 ദിവസത്തോളം ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾമേറ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ലവ് എക്സ്പീരിയൻസ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്